ഹലോ നമസ്കാരമുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനി ഒരു വെഹിക്കിൾ വാങ്ങിയോ, അല്ലെങ്കിൽ ഒരു ഓഫീസ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തോ, അല്ലെങ്കിൽ മെഷീനറി, എക്യുപ്മെന്റ്സ്, ലാപ്ടോപ്പ്, പ്രിന്റർ, ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിയോ? വാങ്ങാതിരിക്കില്ല നമുക്ക് ഉറപ്പാണ്. എന്തായാലും ഒരു കമ്പനി റൺ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നിർബന്ധമായും വേണം. ഇങ്ങനെയുള്ള എക്സ്പെൻസുകൾ നിങ്ങൾ ഒരു കോർപ്പറേറ്റ് ടാക്സിന് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉൾപ്പെടുത്തുക? എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുക? ഇതിനെക്കുറിച്ച് ഒരു ധാരണ, വലിയ ധാരണ ആർക്കും ഇല്ല എന്നുള്ളത് എനിക്കറിയാം. ഒരുപാട് പ്രശ്നങ്ങളും മിസ്റ്റേക്കുകളും നമ്മളൊക്കെ അറിയാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഇതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കോർപ്പറേറ്റ് ടാക്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. അതിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട്, ഭവിഷ്യത്തുകൾ ഒരുപാടാണ്. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കുക. വളരെ സിമ്പിൾ കാര്യമാണ്. ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാവും ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ വീഡിയോ പൂർണ്ണമായി കാണുക, ഇതിന് മുന്നുള്ള വീഡിയോകളും പൂർണ്ണമായി കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഒരു ഓഫീസിൽ ഒരു വെഹിക്കിൾ വാങ്ങണം, കമ്പനി വെഹിക്കിൾ മേടിക്കണം. പിന്നെ നെക്സ്റ്റ് നമ്മളൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസ് ഭൂമി അടക്കമായിരിക്കാം, അല്ലെങ്കിൽ ഓഫീസ് മാത്രമായിരിക്കാം, എന്തോ ആകട്ടെ, അത് നമ്മൾ പിന്നെ മേടിച്ചു. ഓക്കെ, പിന്നെ ലാപ്ടോപ്പുകൾ, പ്രിന്റർ, എക്സെട്ര, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ മേടിച്ചു. പിന്നെ മെഷീനറി, എക്വിപ്മെന്റ്സ്, അങ്ങനെ ഐറ്റംസും ഉണ്ട്. എക്വിപ്മെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ കമ്പനി പർച്ചേസ് ചെയ്തു, വാങ്ങിച്ചു, അല്ലെങ്കിൽ നമ്മളെ കമ്പനിക്ക് നിലവിലുണ്ട്. ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ആവാം. പക്ഷേ ഈ CT വന്നതിന് ശേഷം, കോർപ്പറേറ്റ് ടാക്സ് വന്നതിന് ശേഷം ഇതിലെന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് CTയിൽ ഉൾപ്പെടുത്തണം. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് നമ്മളെ കമ്പനിക്ക് അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. അപ്പോൾ മുന്നുള്ള കമ്പനികളാണെങ്കിൽ CT വരുന്നതിന് മുന്നുള്ളതാണെങ്കിൽ അത് നമ്മൾ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഏത് ടേമിലാണ്, ഇപ്പോൾ ജനുവരി ടു ഡിസംബർ ഈ ടേമിലുള്ളതാണ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ ഓരോ വർഷത്തെയും. CT വന്നതിന് ശേഷമുള്ളത് അത് ഓർമ്മിക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഉൾപ്പെടുത്തണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഇതെല്ലാം എന്താണ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. ഇതല്ലാതെ പിന്നെ വേറെ എന്തെല്ലാം ഉണ്ട് ഇതിൻ്റെ കൂടെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നോർമൽ കേസിൽ ഏതൊരാൾക്കും വരുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു വെഹിക്കിൾ മേടിച്ചു കഴിഞ്ഞാൽ എന്താ, കമ്പനി ആവശ്യത്തിനുള്ള വെഹിക്കിളാണ്. അതേപോലെ ഓഫീസ് കമ്പനി ആവശ്യത്തിനുള്ളതാണല്ലോ, അല്ലെങ്കിൽ മെഷീനറി, എക്യുപ്മെന്റ്സ് കമ്പനി ആവശ്യത്തിനുള്ളതാണല്ലോ, കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒക്കെ ഉപയോഗിക്കുന്ന കമ്പനി ആവശ്യത്തിനുള്ളതാണല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇത് നമ്മൾ വാങ്ങിയല്ലോ, ഈ വാങ്ങി എന്ത് ചെയ്യാം, നേരെ കൊണ്ടുപോയിട്ട് എക്സ്പെൻസിൽ എഴുതാമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കമ്പനിക്ക് വാങ്ങിക്കാമല്ലോ എന്ന് ചിന്തിക്കും. ഈ ചിന്ത അബദ്ധമാണ്, അങ്ങനെ ചെയ്യരുത്. പിന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് പറയാം. അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫിക്സഡ് അസറ്റ് എന്ന കാറ്റഗറിയിലാണ് ഇത് വരിക എന്നുള്ളത് ഒരു ബേസിക് നോളജ് ഉള്ള ആൾക്കും, അക്കൗണ്ട്സ് അല്ലെങ്കിലും ഏതൊരാൾക്കും മനസ്സിലാവും. ഈ വരുന്നതെല്ലാം ഫിക്സഡ് പിന്നെ അസറ്റ് അല്ലെങ്കിൽ രൂപത്തിലാണ്, ആ ഒരു കാറ്റഗറിയിലാണ് വരിക. UAE കോർപ്പറേറ്റ് ടാക്സിൽ ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് വിശദീകരിക്കാം. ഈ വീഡിയോ പൂർണ്ണമായി കാണുന്നു ഒന്നുകൂടി ഞാൻ ഉറപ്പെടുത്തുന്നു. ഓക്കെ, ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു ബേസിക് കൺസെപ്റ്റ് പറയാം. ഫിക്സഡ് അസറ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്, ബിസിനസ്സിൽ രണ്ട് തരം എക്സ്പെൻസ് ഉണ്ട്. രണ്ട് തരം എക്സ്പെൻസ് ആണ് ബിസിനസ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആദ്യം ഫസ്റ്റ് വരുന്നത്, രണ്ട് എക്സ്പെൻസിൽ ഫസ്റ്റ് വരുന്നത് റവന്യൂ എക്സ്പെൻസ്. റവന്യൂ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയറിനുള്ളിൽ വരുന്ന എക്സ്പെൻസ് ആണ്. നമ്മുടെ ബിസിനസ്സിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, മാർച്ചിൽ അവസാനിക്കുന്നു, ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ചിലരത് ജനുവരിയിൽ അവസാനിപ്പിച്ച് ഡിസംബറിൽ അവസാനിപ്പിക്കും, ജനുവരി തുടങ്ങി ഡിസംബറിൽ അവസാനിപ്പിക്കും. രണ്ട് രീതിയിലും ചെയ്യും. എങ്ങനെയായിരുന്നാലും ഒരു സാമ്പത്തിക വർഷം എങ്ങനെയാണോ ആ വർഷത്തിനകത്ത് വരുന്ന എക്സ്പെൻസുകളെയാണ് റവന്യൂ എക്സ്പെൻസ് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ, ഈ റവന്യൂ എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ വരുന്ന എക്സ്പെൻസുകളാണ്. അതിൽ വരുന്നത് ഒന്നിപ്പോൾ സാലറി വരും, 2 ഇലക്ട്രിസിറ്റി, 3 ഫ്യൂവൽ, 4 മറ്റ് വെഹിക്കിൾ മെയിൻ്റനൻസ്, റെന്റ്, ഇങ്ങനെയുള്ള ദൈനംദിന കാര്യങ്ങൾ, അല്ലെങ്കിൽ മന്ത്ലി വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ 3 മാസത്തിൽ വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ 6 മാസത്തിൽ വരുന്ന കാര്യങ്ങൾ, ദിനേന വരുന്നത് മുതൽക്ക് ഒരു സാമ്പത്തിക വർഷം വരുന്ന ചെലവുകൾ, റൊട്ടീനായിട്ട് വരുന്ന ചെലവുകൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ചെലവുകൾ, മെയിൻ്റനൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത്, റവന്യൂ എക്സ്പെൻസ് എന്ന് പറയുന്നത്.
റവന്യൂ ജനറേറ്റ് ചെയ്യാൻ. ഇത് ഷോർട്ട് ടേം ആണ്, നമ്മൾ അപ്പോൾക്കപ്പോഴേ ഉള്ള ചിലവുകളാണ്, അല്ലാതെ ദീർഘകാലത്തേക്കുള്ളതല്ല എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ ഒരു ചിലവുകൾ, ഒരു എക്സ്പെൻസുകൾ നമ്മളെ ബിസിനസ്സിൽ വരും. പിന്നെ ഈ ചിലവുകളൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പോകും. P&Lക്ക് ഡയറക്റ്റ് പോകുന്ന എക്സ്പെൻസുകളാണ് ഇതെന്നുകൂടി നമ്മളിപ്പോൾ ഓർമ്മയിൽ വെക്കുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തത് വരുന്നത് ഫിക്സഡ് അസറ്റ് തന്നെ വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻസ് ആണ്. ക്യാപിറ്റൽ എക്സ്പെൻസ് ഇതാണ് നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അതാത് സമയത്ത് നമ്മൾ പിന്നെ ക്ലിയർ ചെയ്തുകൊണ്ട് പോയിരിക്കും. പക്ഷെ ക്യാപിറ്റൽ എക്സ്പെൻസ് ഇതിനെയാണ് നമ്മളെ എപ്പോഴും ഒരു പ്രശ്നത്തിലെത്തിക്കുന്നത്, ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തുന്ന ഒരു എക്സ്പെൻസ് ആണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻസ്. ഇവനെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ദീർഘകാലത്തേക്ക്, ഇത് ഷോർട്ട് ടൈം ആണ്, ഒരു സാമ്പത്തിക വർഷത്തേക്കാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻസുകൾ ദീർഘകാലത്തേക്കുള്ളതാണ്. ആ കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞ വെഹിക്കിൾ, ഓഫീസ്, പിന്നെ ഫർണിച്ചർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇങ്ങനെ ഐറ്റംസ്, മെഷീനറി എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം ഏത് വരുന്നതാണ്? ക്യാപിറ്റൽ എക്സ്പെൻസിൽ വരുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞല്ലോ, ഒരിക്കലും ഒരു വർഷത്തിനല്ല. നമ്മളിപ്പോൾ ഒരു കമ്പനിക്ക് ഒരു വെഹിക്കിൾ മേടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം, പേഴ്സണൽ യൂസിനുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, കമ്പനി ആവശ്യങ്ങൾക്കുള്ളത് മാത്രമാണ് CTയിൽ ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ യൂസ് എന്നുള്ള സംഭവം മറന്നേക്കുക. ഓക്കെ, അപ്പോൾ കമ്പനി വെഹിക്കിള് നമ്മളൊരിക്കലും ഈ കാറ്റഗറിയിൽ പെടുത്താത്തതിൻ്റെ കാരണം ഒരു വർഷത്തേക്ക് അല്ല, അതിനും കൂടുതൽ നമ്മൾ ഉപയോഗിക്കും. ഒരു 5 വർഷം 10 വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ചില വാഹനങ്ങൾ പലതിനും പല രീതിയിലായിരിക്കാം, പക്ഷെ ഉപയോഗിക്കും. ഓഫീസ് അതേപോലെ ഒരു വർഷത്തിന് വേണ്ടി നമ്മളൊരു ഓഫീസ് അല്ല, അത് ചിലപ്പോൾ ഒന്ന് മോഡിഫൈ ചെയ്യും, റിനോവേഷൻ ചെയ്യും, അല്ലെങ്കിൽ ഒക്കെ ചെയ്തായിരിക്കും, പക്ഷെ ഒരു വർഷത്തിനല്ല. പിന്നെ ഫർണിച്ചർ, അതേമാതിരി ലാപ്ടോപ്പ് അല്ലെങ്കിൽ മെഷീനറി, ഇതെല്ലാം ലോങ് ടേമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻസ്. ഈ ക്യാപിറ്റൽ എക്സ്പെൻസ് ഒരിക്കലും നമ്മൾ പർച്ചേസ് ചെയ്ത് ആ ഒരു സാമ്പത്തിക വർഷം അല്ലെങ്കിൽ ആ ഒരു ടേമിൽ വരുന്ന കോർപ്പറേറ്റ് ടാക്സിൽ മൊത്തം ഉൾപ്പെടുത്താൻ കഴിയില്ലേ? ഒരു വെഹിക്കിൾ മേടിച്ചു, ആ വെഹിക്കിൾ മേടിച്ചതിൻ്റെ എമൗണ്ട് നമ്മൾ എക്സ്പെൻസ് ആണല്ലോ, കമ്പനിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെഹിക്കിളാണ്. അപ്പോൾ ആ വർഷം നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ വെഹിക്കിളിൻ്റെ, അതേപോലെ ഓഫീസിൻ്റെ, ലാപ്ടോപ്പിൻ്റെ, അതേമാതിരി മെഷീനറി എക്യുപ്മെൻറ്റ്സിൻ്റെ, ഇതിൻ്റെ എല്ലാം എമൗണ്ട് ഒരുമിച്ച് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളാക്കാൻ നമുക്ക് കഴിയുമോ? ഇതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. ഈ വീഡിയോയിൽ പ്രസക്തമായ ചോദ്യം. കഴിയില്ല എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഈ പറയപ്പെടുന്ന ഒന്നും ഒരൊറ്റ എൻട്രിയിൽ, ഒരൊറ്റ ട്രേറ്റിൽ നമുക്ക് ഒരിക്കലും കോർപ്പറേറ്റ് ടാക്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് നമ്മളെ കമ്പനിക്ക് ലഭിക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പിടിക്കപ്പെടും, നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോർപ്പറേറ്റ് ടാക്സിൽ ഒരു പ്രധാനമായ റൂളുണ്ട്. ഈ ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെന്ന് വെച്ചാൽ, UAE സാധാരണയായിട്ട് പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പ്രോഫിറ്റ് കാണുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം IFRS, ഇത് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് കാണുന്നതും നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതും. അപ്പോൾ ഇതിൽ നമ്മൾ ഈ കാര്യങ്ങളിൽ നമ്മൾ ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഒരു IFRS ഡിപ്രീസിയേഷൻ എങ്ങനെയാണ്, എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കോർപ്പറേറ്റ് ടാക്സിൽ എൻട്രി ചെയ്യാനുള്ള ഒരു ബേസിക് നോളജ്, അല്ലെങ്കിൽ നമുക്ക് എക്സ്പെർട്ട് ആവാനാണെങ്കിലും ബേസിക് ആയിട്ട് മനസ്സിലാക്കാനും കഴിയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ ലെങ്തി ആയിട്ടുള്ള വീഡിയോ തന്നെ ആകും ഇത് എന്നുള്ളത് കൊണ്ട് അടുത്ത വീഡിയോ നമുക്ക് പ്രതിപാദിക്കാം. അപ്പോൾ ബേസിക് ആയിട്ട് ഈ കാര്യങ്ങൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ തീർച്ചയായും IFRS എന്താണ്, എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് CTയിൽ നമ്മളിത് ഉൾപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് നമുക്ക് കമ്പനിക്ക് ഈ ഒരു എക്സ്പെൻസുകൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്ത് നമ്മളെ കമ്പനിക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അടുത്ത വീഡിയോ നമുക്ക് വേണ്ടത്. വളരെ വൈകാതെ, അധികം വൈകാതെ പെട്ടെന്ന് തന്നെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. കാരണം ലെങ്ത് ഒരുപാടായി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കാനും ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് മെയിൻ ഒരു കാരണം. അപ്പോൾ എനിവേ ഈ കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലായി, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുക. ചോദിച്ചാൽ മാത്രമേ അടുത്ത വീഡിയോക്ക് മനസ്സിലാവുള്ളൂ. സംശയിച്ച് നിൽക്കരുത്, ചോദിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.